ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് തിങ്ക് ബിഗ് എന്ന ബുക്കിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഞാൻ ഒന്നാം അധ്യായത്തിലെ എന്തൊക്കെയാണ് ശോഭനമായ ഭാവി പടുത്തുയർത്തുക ആ ഒരു സെക്ഷനിൽ നമ്മൾ ഒരു ആളുടെ ഇംഗ്ലീഷ് ഉപയോഗ അനുഭവങ്ങളാണ് ഒന്നാമത്തെ ലെസണിൽ പറഞ്ഞത്. രണ്ടാമത്തെ ലെസണിൽ ഒരു സ്വപ്നം ഉണ്ടായിരിക്കുക, അത് യാഥാർത്ഥ്യമാകുന്നത് വരെ ഉറച്ചു നിൽക്കുക, പിന്നെ നല്ല ചിന്ത പുലർത്തുകയാണ് മൂന്നാമത്തെ ലെസണിൽ പറഞ്ഞത്. നാലാമത്തെ ലെസണിൽ പറഞ്ഞത് വിശ്വാസത്തിന് വിശ്വാസമാണ് ഭയത്തിനെതിരെയുള്ള ഏറ്റവും ഉത്തമമായ ആയുധം. അതാണ് നമ്മൾ നാലാമത്തെ പറഞ്ഞത്. അഞ്ചാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ 24 മണിക്കൂറും എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ ലെസണുകളിൽ പറഞ്ഞത്. ഈ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോസ് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ലെസണിലേക്ക് അടുത്ത ചാപ്റ്ററിലേക്ക്, രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലളിത സുന്ദരമായി നേട്ടങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിടുക. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ ലെസനാണ് ഐ ആം ഫൈൻ സ്പിരിറ്റ്. ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു സ്പിരിറ്റ്. ഒരു ഹൈസ്കൂൾ ഓർമ്മ. ഈ അധ്യായത്തിൽ എൻ്റെ ദി ഐ ആം ഫൈൻ സ്പിരിറ്റ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചില പ്രമേയങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ആം ഫൈൻ എന്ന ചൊല്ല് എന്നിൽ എൻ്റെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് രചനാ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു പ്രിയപ്പെട്ട ഓർമ്മ ഉണർത്തുന്നു. തിങ്കളാഴ്ച രാവിലെകളിലാണ് ഈ ക്ലാസ് നടന്നിരുന്നത്. ഞങ്ങളുടെ മനസ്സ് അപ്പോഴും ജാഗ്രതയിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അതായിരുന്നു ആഴ്ചയിലെ ഏറ്റവും മോശമായ സമയം. അന്നൊക്കെ ഞങ്ങളുടെ ഇംഗ്ലീഷ് രചനാ ക്ലാസ്സിൻ്റെ അനുബന്ധമായി സംഭാഷണ പരിശീലനവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ന് സംഭാഷണം പരിശീലിപ്പിക്കുന്ന പ്രത്യേക ക്ലാസ്സുകൾ ഇല്ലാതിരുന്നത് കൊണ്ടാകാം എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർക്ക് ഒരു പ്രത്യേക തന്ത്രമുണ്ടായിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു ഊർജ്ജ സ്ഫോടനത്തിലൂടെയാണ് ഞങ്ങളുടെ ആഴ്ചകൾ തുടക്കമിട്ടിരുന്നത്. അതിനാൽ എല്ലാ തിങ്കളാഴ്ചയിലെയും രാവിലെ അദ്ദേഹം പ്രസംഗപീഠത്തിൽ കയറി ഞങ്ങളുമായി ഇംഗ്ലീഷ് സംഭാഷണത്തിൽ ഏർപ്പെടുമായിരുന്നു. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയെ തിരഞ്ഞെടുത്ത് അയാളോട് ഹൗ ആർ യു എന്ന് ചോദിക്കും. ഞാൻ മുൻനിരയിലാണ് ഇരുന്നത്, അതുകൊണ്ട് സ്വാഭാവികമായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന കുട്ടികളിൽ ഒരാൾ ഞാനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നെ ചൂണ്ടി ഹൗ ആർ യു എന്ന് ചോദിച്ചു. ഞാൻ അത്ര നല്ല സുഖത്തിലല്ല എന്നോ ഞാൻ ക്ഷീണിതനാണ് എന്നോ സത്യസന്ധമായി മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ഞാൻ സുഖമായിരിക്കുന്നു, നന്ദി, താങ്കളോ? ഐ ആം ഫൈൻ, താങ്ക് യു. ആൻഡ് യു എന്ന് പറയുന്നതാണ് മര്യാദ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു സത്യസന്ധനായ വിദ്യാർത്ഥിയായിരുന്നു. എനിക്കത് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പക്ഷേ സാർ, എനിക്ക് ജലദോഷമുണ്ടെങ്കിലോ? അപ്പോൾ എനിക്ക് സുഖമാണെന്ന് പറയുന്നത് നുണ പറയലാകില്ലേ? അപ്പോഴും ഐ ആം ഫൈൻ എന്നും അതിനെ തുടർന്ന് ചെറുതായി ശരീരാസ്വാസ്ഥ്യം തോന്നുന്നുണ്ടെന്നും പറയണമെന്ന് അദ്ദേഹം അതിനോട് പ്രതികരിച്ചു. നമ്മൾ ഒരിക്കലും എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ വല്ലാതെ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ ഇതൊരു ശോകം പിടിച്ച തിങ്കളാഴ്ചയാണ് എന്നിവ പോലുള്ള വാക്കുകൾ ഒരിക്കലും പറയരുതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഞങ്ങൾ എപ്പോഴും ഐ ആം ഫൈൻ എന്ന് മറുപടി പറയണം എന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറുമായി നടത്തിയ സംഭാഷണം ഞാൻ ഇപ്പോഴും ഓരോരോ സമയത്ത് ഓർക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ പലതും മങ്ങിപ്പോയിരിക്കുന്നു. പക്ഷേ അക്കാലം മുതൽ എപ്പോഴും അദ്ദേഹം എന്നെ ആ ദിവസം പഠിപ്പിച്ചത് ഞാൻ ഇടയ്ക്കിടെ ഓർക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എനിക്ക് സത്യം അനുഭവപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരാഴ്ച ഞാൻ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല എന്നതുപോലുള്ള നിഷേധാത്മകമായ പ്രസ്താവനകളോട് ആരംഭിക്കരുത്. നിങ്ങൾക്ക് സത്യത്തിൽ എത്രമാത്രം തളർച്ച തോന്നുന്നുണ്ടെന്ന് എന്നതൊന്നും കാര്യമാക്കരുത്. നിങ്ങളുടെ ആദ്യത്തെ വാക്ക് ഐ ആം ഫൈൻ എന്നായിരിക്കണം. അതിനുശേഷം നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ എത്രമാത്രം ക്ഷീണിതനാണെന്നത് പറയാം.
ഇത് നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയോട് മാന്യത പുലർത്തുന്നതിനുള്ള സുപ്രധാനമായൊരു മാർഗമാണ്. കൂടാതെ ഇത് നിങ്ങളെ സ്വയം സുഷിതമാക്കുന്നതിനുള്ള ഒരു ഉത്തമ മാർഗവുമാണ്. ഇംഗ്ലീഷ് എത്രമാത്രം ഗുണാത്മകമായ ഭാഷയാണെന്ന് ആ ദിവസം ഞാൻ പഠിച്ചു. ഒരു ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ആകസ്മികമായ സൈൻ ഫലിതം. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ജപ്പാൻ സന്ദർശിച്ചപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി അദ്ദേഹവുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. പ്രസിഡന്റ് ക്ലിന്റൺ എത്തിച്ചേർന്നപ്പോൾ ജപ്പാൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനായി പോകുകയും അദ്ദേഹത്തിൽ ഹസ്തദാനം നടത്തുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ക്ലിന്റണോട് ഹൗ ആർ യു എന്ന് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അവിചാരിതമായി ഹു ആർ യു എന്ന് ചോദിച്ചു പോയി. അദ്ദേഹത്തോട് ഹൗ ആർ യു എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും അതിന് മറുപടിയായി ഐ ആം ഫൈൻ എന്ന് അല്ലെങ്കിൽ അതിനൊപ്പം എന്തെങ്കിലും കൂടെ പറയുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചത് ഹു ആർ യു, നിങ്ങൾ ആരാണെന്നായിരുന്നു. എന്നാൽ ഞാൻ മിസ്സിസ് ക്ലിന്റന്റെ ഭർത്താവാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. തീർച്ചയായും ഇത് ഒരു അന്തസ്സുറ്റ മറുപടിയായിരുന്നു. ഈ കഥ ഒരു കിംവദന്തി മാത്രമായിരിക്കാം, കാരണം വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ രംഗത്തിന് സാക്ഷികളായിരുന്നത്. എന്നാൽ ഇത് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതാണോ എന്ന് നമ്മൾ ഒരിക്കലും അറിയാനിടയില്ല. പക്ഷേ ഇതേ പ്രധാനമന്ത്രി തന്നെയാണ് IT എന്ന പദസംക്ഷേപം വായിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറ്റ് എന്ന സർവനാമം ഉച്ചരിച്ചത് എന്ന കാര്യം പരിഗണിക്കുമ്പോൾ ആ കഥ സത്യമാണെങ്കിലും അത്ഭുതപ്പെടേണ്ടതില്ല. ഞങ്ങൾ ജപ്പാൻകാർക്ക് ഹു ആർ യു, ഹൗ ആർ യു, ഹൗ ഡു യു ഡു പോലുള്ള ശൈലികൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വാക്കുകൾ ഞങ്ങളുടെ തൊണ്ടയിൽ തങ്ങി നിൽക്കുന്നു. ഞാൻ പക്ഷേ ആ പ്രധാനമന്ത്രിയെ ഒരുപാട് കുറ്റം പറയില്ല. പക്ഷേ ഒരു സെൻ വിരോധാഭാസ ഫലിതത്തിന് പിന്നിലെ ആഘാതമായ അർത്ഥം പോലെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് പിന്നിൽ ഒരു ആഴമുള്ള അർത്ഥമുണ്ടായേക്കാം. മിക്കവാറും ആളുകൾ അത്തരമൊരു ചോദ്യത്തിന് മുന്നിൽ എങ്ങനെ ഉത്തരം പറയണമെന്ന് ആലോചിച്ച് ഒരു നിമിഷം ശങ്കിച്ചു നിന്നു പോവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നോട് ആരെങ്കിലും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് അതിശയിക്കുകയും ഞാൻ എൽ കാൻഡർ ആണെന്ന് പറയണോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഉത്തരം കൊടുക്കണോ എന്ന് ശങ്കിച്ചു നിൽക്കുകയും ചെയ്യും. ജപ്പാൻ പ്രധാനമന്ത്രിയും ബിൽ ക്ലിന്റണും തമ്മിലുള്ള കണ്ടുമുട്ടലിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു: അഭിവാദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. നമ്മുടെ മനോഭാവം നമ്മളെ സൃഷ്ടിക്കുന്നു. നമ്മൾ പറയുന്നതിൽ നമുക്ക് എപ്പോഴും പൂർണ്ണ ശ്രദ്ധയുണ്ടായിരിക്കണം, കാരണം നമ്മുടെ വാക്കുകളാണ് നമ്മുടെ ജീവിതാവബോധം സൃഷ്ടിക്കുന്നത്. എന്റെ നിരവധി പ്രഭാഷണങ്ങളിൽ എന്നതുപോലെ തന്നെ ഈ പുസ്തകത്തിലും നിരവധി തവണ ഞാൻ ഇത് പരാമർശിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത് എത്ര പറഞ്ഞാലും അധികമാകില്ല. നമ്മൾ എന്തിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസം ഉണ്ടാകുന്ന ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ പ്രബലമായ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നാൽ മറിച്ച് നിങ്ങൾ 1 വർഷം, 3 വർഷം, 5 വർഷം, 10 വർഷം അല്ലെങ്കിൽ 20 വർഷം എല്ലാ സമയത്തും ചിന്തിക്കുന്ന ആശയങ്ങളാണ് നിങ്ങളെ നിർമ്മിക്കുക. പ്രധാനമായ കാര്യം നിങ്ങളുടെ മനോഭാവമാണ്. ഇതൊരു പഴഞ്ചൊല്ലല്ല, ഇത് സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ മനസ്സിൽ സ്വയം ആവർത്തിക്കപ്പെടുന്ന ചിന്തകൾ ദൃഷ്ടിഗോചരമായിരിക്കില്ല, പക്ഷേ അവ നിങ്ങളുടെ ഭാവി സൃഷ്ടിക്കുന്നു. കിട്ടുന്ന ഓരോ അവസരത്തിലും ഞാൻ പരാമർശിക്കുന്ന കാര്യം ഇതാണിത്. എന്തുകൊണ്ടെന്നാൽ സാധ്യമായ അത്രയും ആളുകൾ ഈ സത്യം അനുഭവപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ആം ഫൈൻ എന്ന മാനസികാവസ്ഥ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പ്രായമുണ്ടെന്ന് എന്നത് ഒരു പ്രശ്നമല്ല. പുതിയ അറിവിനും സ്വയം മെച്ചപ്പെടുത്താനുമുള്ള ദാഹം അവസാനിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് വയസ്സാകുന്നില്ല. പുതിയ അറിവിനും സ്വയം മെച്ചപ്പെടുത്തുന്നതിനുള്ള ദാഹം അവസാനിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് വയസ്സാകുന്നില്ല. എന്നൊരിക്കൽ നെവർ ലൂസ് യുവർ ഹംഗ്രി സ്പിരിറ്റ് എന്ന പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു.
ഐ ആം ഫൈൻ എന്ന മനോഭാവം ചെറുപ്പക്കാർക്ക് എന്നതുപോലെ തന്നെ പഴയ തലമുറയ്ക്കും അമൂല്യമായ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വാർദ്ധക്യത്തിന്റെ അസുഖങ്ങളിലായിരിക്കുകയോ രോഗം നിമിത്തം ആശുപത്രിയിൽ ശയ്യാവലംബിയായിരിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ പരിചരിക്കപ്പെടുകയോ ആണെങ്കിലും ചിരിക്കാനും ഐ ആം ഫൈൻ എന്ന് പറയാനുള്ള ശക്തി സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിതം ജീവിക്കുന്നതിനും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതിനുമുള്ള ഒരു ഉത്തമ മാർഗമാണ്. അതിനാൽ ഈ നിമിഷം മുതൽ എപ്പോഴൊക്കെ നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു നിഷേധാത്മകമായ പ്രതികൂല മനോഭാവമുള്ള ചിന്ത വഴുതി വീഴുന്നൊരുങ്ങുന്നുവോ അപ്പോഴൊക്കെ ഒരു അനുകൂലമായ ധനാത്മകമായ മനോഭാവം കൈക്കൊള്ളുകയും വായിൽ വന്ന ചീത്ത വിചാരത്തിന് പകരം ഞാൻ ഉഷാറായിരിക്കുന്നു, എനിക്ക് വളരെ സുഖം തോന്നുന്നു എന്ന് പറയുകയും ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ലെസൺ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ലെസൺ ഞാൻ അടുത്ത കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക. ഈ ബുക്ക് ഞാൻ ഫുള്ളായിട്ട് വായിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ ഇതിനായിട്ടൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ടൊന്ന് നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് അതിൽ കാണാം. തിങ്ക് ബിഗ് എന്ന് പറഞ്ഞിട്ട് യുഹോ ഒക്കാവയുടെ ഒരു ബുക്കാണിത്. ഓക്കെ, ഞാൻ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.